ഇവിടെ ഇരിക്കുന്നത്. എന്നും നമ്മൾ പൊട്ടനാന്ന് നിൽക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ എടുത്തൊരു തീരുമാനം അത്. അല്ല ഇത്രയും ഇല്ല ഇതുവരെ നമ്മള് കേക്ക് പരിപാടി ഒറ്റ പ്രാവശ്യം അത് ഉപ്പി ആനിയനൊക്കെ സെറ്റ് ആയിരുന്നു. പക്ഷെ ഇത്രയും ആംബിയൻസ് പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്തിൽ ആദ്യമായിട്ടാണ് ഇതൊന്നും. സൗണ്ട് വളരെ കുറവാണ്. DJ എന്ന് പറഞ്ഞാൽ നല്ല സൗണ്ടാണ്. സൗണ്ട് വളരെ എവിടെ എങ്ങനെ അങ്ങോട്ട് പോ. ഇവിടെ ഒരു നെഗറ്റീവ് എനർജി ഓഡിയോ ഞാൻ കേൾപ്പിച്ചു തരും. മനസ്സിലായില്ല? ഓഡിയോ ഞാൻ കേൾപ്പിച്ച് തന്നിട്ടേ ഞാൻ പോകും. മനസ്സിലായ? ഓഡിയോ ഞാൻ കേൾപ്പിച്ചു തരും. നിങ്ങൾ വെയിറ്റ് ചെയ്യും. അല്ല, എന്തിനാ ഓഡിയോ ആക്കുന്ന? അടുത്ത സ്ക്രിപ്റ്റ് എന്ന് പറയാനല്ലേ? അടുത്ത ഇതെന്ന് നിങ്ങൾക്ക് പറയാനല്ലേ? നിങ്ങൾക്ക് എന്ത് കേൾപ്പിച്ചു തന്നാലും എന്ത് ഇതാക്കിയാലും ഈ പറഞ്ഞ പോലെ ഒരു മൈൻഡിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് എന്ത് ഇവർ പറഞ്ഞാലും ഇത് വിശ്വസിക്കരുത്, എന്തൊക്കെ ഇവർ പറഞ്ഞു കഴിഞ്ഞാലും ഇത് വിശ്വസിക്കരുത്, എന്തെല്ലാം കാര്യങ്ങൾ ഇവർ പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് മൈൻഡിൽ ഉറപ്പിച്ച് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. എനിക്ക് തോന്നുന്നത് അവർ കൊച്ചു പിള്ളേരാ, അവർ 10-15 വയസ്സുള്ള ചെറിയ പിള്ളേരാ. അപ്പം അവർക്ക് ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ ഫീഡ് ചെയ്ത് കൊടുത്ത കാര്യങ്ങളുണ്ടാവും, കുറേ ആൾക്കാർ ഫീഡ് ചെയ്ത് കൊടുത്ത കുറേ കാര്യങ്ങളുണ്ടാവും. ഈ ഫീഡ് ചെയ്ത് കൊടുത്ത കാര്യങ്ങളിലൂടെ ആയിരിക്കും അവർ ജീവിച്ച് പോകുന്നത്. മനസ്സിലായോ? ഈ ഫീഡ് ചെയ്ത് അവർ പോലും അറിയാതെ അവരിലേക്ക് ഫീഡ് ചെയ്ത് കൊടുത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം അത് വെച്ചിട്ടാണ് അവർ കുറച്ച് ഫിക്സഡ് ആയിട്ട് കുറച്ച് സാധനം ആക്കി വെച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ്, ആക്ടിങ്, ഇത് അതിലൂടെ അവർ ഇതാക്കും. കാരണം അവർ ഓൾറെഡി അങ്ങനെ ഒരു മൈൻഡ് ആ പിള്ളേരാണെന്നവർ അവരങ്ങനെ ആക്കിയെടുത്തു. അത് ആക്കിയെടുത്തവരെ കുറ്റം പറയേണ്ടത്, അല്ലാണ്ട് ആ പിള്ളേരെ കുറ്റം പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതുകൊണ്ട് അവർ എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ. എന്ത് വൈബായിരുന്നല്ലേ? നമുക്കൊരു മാസം ഒരു 5000 രൂപ, നമുക്ക് ഒരു 3000 ഇപ്പം മാസം തരണ്ടടാ. നമുക്ക് പൈസ വേണ്ട. ഒരാവശ്യം വരുമ്പോൾ, ഇവൻ്റെ ഉമ്മാക്ക് ഹോസ്പിറ്റലായിട്ട് ഒരു ആവശ്യം വരുമ്പോൾ, എൻ്റെ വീട്ടിലൊരു ആവശ്യം വരുമ്പോൾ അതിന് ഒരു പൈസ തന്നാൽ മതിയായിരുന്നടാ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നിൻ്റെ ആവശ്യം നമുക്ക് വരില്ലായിരുന്നു. മനസ്സിലായോ? എൻ്റെയോ ഇവൻ്റെയോ വീട്ടിലൊരു ആവശ്യം വന്നപ്പോൾ അതിന് 2 രൂപ തന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ വരില്ലായിരുന്നു. അതുപോലും പിടിച്ചു നോക്കാന്ന് പറഞ്ഞാൽ ഇവൻ തന്നെ മാസം 10-30 ലക്ഷം റുപ്യ ഇവൻ ഉണ്ടാക്കുന്നുണ്ടാവും, ഇവന് മറ്റേ പ്രൊമോഷനിലൂടെയും കാര്യങ്ങളിലൂടെയും. പിന്നെ എന്തിനാണ് നമ്മളെ കിട്ടുന്ന നക്കാപ്പിച്ചയും കൂടി എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളൊരു ആ ഒരു ഇതാണ് കൈസ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതായത്. ഇവൻ്റെ അത്രയും പൈസ ഉണ്ടായിട്ടും നമുക്കൊരു 2 രൂപ ഇവൻ ശരിക്കും പറഞ്ഞാൽ വളർത്തി. എന്തിനാ വളർത്തിയാന്നറിയോ? ഈ പറഞ്ഞ പോലെ ഇവന് വേണ്ടി പിന്നെയും പൈസ ഉണ്ടാക്കി കൊടുക്കാനും, ഇവന് വേണ്ടി ഇവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും, ഇവന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇവൻ വളർത്തിയിട്ടുണ്ട്. മനസ്സിലായോ? വളർത്തിയിട്ടുണ്ട്. അത് ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. ഇവൻ വളർത്തിയിട്ടുണ്ട്. ഇവൻ വളർത്തി നമുക്ക് വാച്ചിങ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഇവനെ കൊണ്ട് പറ്റാവുന്ന കാര്യം 100% ഇട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാ ചെയ്തതെന്നുള്ളത് പിന്നെ എപ്പോൾ മനസ്സിലായെന്നറിയോ? ഈ പറഞ്ഞ പോലെ നമ്മൾ 1 ഉറുപ്പ്യ ചോദിച്ചപ്പോൾ ആണ് ഈ പറഞ്ഞ സത്യം എൻ്റെ വായിന്ന് വന്നത്. എന്ത് എടാ കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ ഇവിടെ ഇതാക്കുന്നത് എനിക്ക് കാര്യങ്ങൾ ഇതാക്കാനും എൻ്റെ കാര്യങ്ങൾ ഇതാക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന റൂളും ഞാൻ പറയുന്ന കാര്യങ്ങളും മാത്രമേ നടക്കൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ മുമ്പോട്ട് പോകും. എല്ലാന്നുണ്ടെങ്കിൽ നീ എല്ലാം ഒറ്റയ്ക്ക് പോയിട്ട് മൂഞ്ചിക്കോ. എന്നോട് പറഞ്ഞ കാര്യം അത്. എന്നോട് പറഞ്ഞ കാര്യം നീ ഒറ്റയ്ക്ക് പോയി മൂഞ്ചടാ മേരിയെന്നാണ് എന്നോട് പറഞ്ഞ കാര്യം. മനസ്സിലായോ? നീ ഒറ്റയ്ക്ക് പോയി മൂഞ്ചടാ മേരിയെന്ന്. അതിൻ്റെ വാശീൻ്റെ പുറത്ത് തന്നെയാണ് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ സ്വർണം പണയം വെച്ചതും അതിന് ഞാൻ PC എടുത്തതും മനസ്സിലായോ ഇതാക്കുന്നതും. അപ്പം എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ലോകം അല്ലെങ്കിൽ രണ്ടാൾ ഇവൻ അറിയണം. ഇവൻ ആരായിരുന്നു, ഇവൻ ചെയ്ത ഇതെന്തായിരുന്നു എന്നുള്ളത് രണ്ടുപേരും അറിയണം എന്നുള്ളൊരു കാര്യം എനിക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ കാര്യം പറയാം, അതെനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും എൻ്റെ ഇമോഷണൽ ഒരു പുണ്ടേ ആയിപ്പോയി ഞാൻ. അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പിന്നെ ഇതാക്കും. നിങ്ങൾക്ക് മറ്റേ അശ്വിൻ ബ്രോനോട് ചോദിച്ചാലും ഈഗിൾ ബ്രോനോടെല്ലാം ചോദിച്ചാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല. മനസ്സിലായോ? എന്നെക്കൊണ്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ പിള്ളേരുടെ കാര്യം ഈ പറഞ്ഞ പോലെ ഇത് നമ്മളറിയുന്ന എന്നെ കാണാൻ വരുന്ന ഒരു ചുരുക്കം പേരുണ്ട്. ഈ ചുരുക്കം പേരിലെങ്കിലും അവർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ ഷമീർ കള്ളനല്ലാന്നും ഷമീർ ഈ പറഞ്ഞ പോലെ ഒരുത്തനെ ഊമ്പിച്ചിട്ട് വന്നതല്ലാന്നും അവരെങ്കിലും എന്നെ മനസ്സിലാക്കണം. കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ, കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരെങ്കിലും അത് മനസ്സിലാക്കണം എന്നുള്ള ഇതുകൊണ്ട് മാത്രമേ ഞാൻ ഇതാക്കിയത്. മനസ്സിലായോ?
എല്ലാരും മുസ്തഫിന്റെ ഗേൾഫ്രണ്ടാ പിന്നെ ഒരു 3 ദിവസത്തേക്ക് ഫുഡൊന്നും ഉണ്ടാക്കണ്ട. എന്നാലേ കിട്ടൂ. പി സി കൊടുക്കുന്ന എവിടെയാ? കേക്ക് മുറിച്ചതിന് ശേഷമാണോ പി സി? ആ ഇങ്ങോട്ട് അടിച്ചോണ്ടിക്ക്. എന്തെല്ലാം അഭിനയാന്നല്ലേ. നിങ്ങള് ആ ഇതാണ് ജാസിക്ക് കൊടുത്ത പി സി. ഇതാണ് ജാസിയുടെ പി സി. മനസ്സിലായോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പറഞ്ഞ ഇത്. അഖിൽ എഡിറ്റർ അത് ബ്രോ അഖിലിനൊക്കെ വിളിച്ചു. അഖിലൊക്കെ പറയാൻ അഖിലൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കേസാണ് കേസ്. അത് ബാക്കി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് റിപ്പീറ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അഖിലിനൊക്കെ വിളിച്ചു. അഖിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞു കാര്യം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ബാക്ക് അടിച്ചാൽ കാണാം. മൈക്രോ കൊടുക്കാം. പക്ഷെ ആ ഒരു കാര്യം പറ്റ ഓഫീസിയലി അനൗൺസ്മെന്റ് ജാസിൻ കുക്കിംഗ് തന്നെ ചെയ്യണ്ട. ജാസിന്റെ ഇതാണ് ജാസിക്ക് ഒരു പി സി. പോലീസ് കേസ് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഒരു വക്കീലിനോട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വക്കീലിനോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ 5ന്റെ പൈസ നമ്മൾ ഇനി വാങ്ങൂല. ഞാനോ ഇവനോ ആരും ഓൻ തരുന്ന കോമ്പൻസേഷനോ ഒരിതോ 5ന്റെ പൈസ നമ്മൾ വാങ്ങാൻ പോകുന്നില്ല. നമുക്കത് വേണ്ടി താനും. മനസ്സിലായോ? ആ പൈസ നമുക്കിനി വേണ്ട. കാരണം ഇത്രയും ഇതാക്കിയിട്ട് ഇനി എന്തിനാണ് ബ്രോ? ജാസിക്കൊരു പി സി ഇതാ. ജാസിക്കൊരു പി സി കിട്ടിയ ഈ ജാസിയാണ്. ജാസി വരുമ്പോ ഫോൺ ഇല്ല ജാസിന്റെ സ്റ്റൂൾ എടുക്കടാ. ഒരു സ്റ്റൂൾ എടുക്കടാ. ഇതെന്താണ് അപ്പുറത്തിരുന്ന് ആരാ ലൈവാണെന്ന് തൻഷിയാ? ജാസി എന്റെ പി സി എവിടെ? നിക്ക് ബാ ഇരിക്കേ. ഇതാണ് ഈ ജാസി. ഇതാ നിങ്ങൾ ഈ കണ്ട ജാസിയാണ് ഇത്. കുറച്ച് ചിന്തിക്കാൻ അത്രയും ബുദ്ധിയില്ലാത്ത കുറച്ച് ആൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. അവരോടാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതാണ് ജാസി. മനസ്സിലായല്ലോ? ഇതാണ് ജാസി. ഈ ജാസിക്കാണ് തൊപ്പി ഇപ്പൊ ഒരു പി സി കൊടുക്കാന്ന് പറഞ്ഞത്. മനസ്സിലായോ? പി സി കൊടുത്തു എന്ന് പറഞ്ഞത് അല്ലേ? അത് കണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ. അത്രയും ഇതില്ലാത്ത ആൾക്കാരുണ്ട്. നിങ്ങൾ അങ്ങനെ ആക്കിയതാണ് അവര്. അതുകൊണ്ട് അവരോടാണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ പോലെ തൊപ്പി ജാസിക്ക് ഒരു പി സി കൊടുത്തല്ലോ. അത് നിങ്ങൾ കണ്ടല്ലോ. കണ്ണുകൊണ്ടത് കണ്ടല്ലോ മക്കള് അല്ലേ? അത് കണ്ടല്ലോ. ഓക്കെ, കണ്ടു. ആ പി സി എവിടെ ജാസി? പി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പി സിൻ്റെ കാര്യം ഞാൻ സന്തോഷമായിരുന്നു ഇത് ഡിക്ലെയർ ചെയ്തപ്പോഴല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഈ സംഭവം കഴിഞ്ഞല്ലോ, ഈ പരിപാടിയുടെ കഴിഞ്ഞല്ലോ. കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ പറയുക, പരിപാടിയൊക്കെ ഒന്ന് ഇതായി ലൈവെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ ഇവൻ്റെ റൂമിൽ പോയി. അപ്പോൾ റൂമിൽ പോയിട്ട് പിന്നെ ഫുൾ ഹാപ്പിയാണ്. ഇതേ ലൈവിൽ തന്നെ എന്നോട് പറഞ്ഞത് ഇനി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി മെൽവിനെ എടുക്കാന്നൊക്കെ പറഞ്ഞു. അന്ന് രാത്രി അല്ല, എനിക്ക് ഏറ്റവും വലിയ ഇതുണ്ടായെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പോയി ചോദിച്ചു നീ അത് എന്തെല്ലാം കാര്യങ്ങൾ, അപ്പോൾ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്നോട് എന്തിനാന്ന്. അപ്പോൾ അല്ല ഞാൻ പറഞ്ഞല്ല, എനിക്കിങ്ങനെ പി സി സെറ്റ് ചെയ്ത് തന്നല്ലോ, അപ്പോൾ ഞാൻ എവിടെയാ ലൈവ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ എന്നോട് പറയാ എടാ മയിരെ പറയാൻ പറ്റുമോ? ഞാൻ നമ്മള് ഓൻ പറഞ്ഞ കാര്യമല്ല നമ്മള് പറയുന്നത്. ഇനിയിപ്പോ എല്ലാന്നുണ്ടെങ്കിലും നമുക്ക് അതിന്റെ അപ്പുറത്തോട്ട് ഇതാക്കാനുള്ള ഇതുണ്ട്. പക്ഷെ നമുക്ക് അത് വേണ്ട. അങ്ങനെ നമ്മൾ അങ്ങനെയല്ല അവനെ കണ്ടതും ഇതാക്കിയതും. പിന്നെ ഇത് ഇതില്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ വെയ്യില്ല. ഈ പറഞ്ഞ പോലെ നമ്മളെ അങ്ങനെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നു. മനസ്സിലാവും? അപ്പൊ നമുക്ക് വേറെ വെയ്യില്ല. അതുകൊണ്ടാ എത്രത്തോളം പറയാനുള്ള കാരണം വേറെ ഈ കമന്റും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇൻബോക്സിൽ വരുന്ന മെസ്സേജൊക്കെ ഒന്നും കാര്യങ്ങൾ അറിയാണ്ടുള്ളതുകൊണ്ട് അങ്ങനെ പ്രശ്നമാണ്. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, എടാ ഓൾറെഡി എൻ്റെ പി സിയിൽ പിന്നെ എന്തോ അപ്ഗ്രേഡ് ചെയ്യണം, എന്തൊരു പേര് പറഞ്ഞു ചിപ്പിൻ്റെ, അത് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് സംഭവം എനിക്ക് വേണ്ടിയിട്ട് എടുത്തത്. പിന്നെ എന്തായി കഴിഞ്ഞാൽ നമുക്ക് റീച്ചും കാര്യങ്ങളും ഇതൊക്കെ അല്ലേ. സത്യം പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ഡേറ്റിൽ പോലും അല്ല.
അത് നിങ്ങൾക്ക് അറിയുമെന്നുള്ളത് അറിയില്ല, ഈ ഡേറ്റിൽ പോലും അല്ല, ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അവിടെ ഞാൻ പറഞ്ഞില്ലേ, അതായത് നിങ്ങൾക്ക് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് തോന്നുന്ന എന്തായി കഴിഞ്ഞാലും അതൊക്കെ ഫുള്ളി സ്ക്രിപ്റ്റഡ് ആയിട്ട് പോലും ഞാൻ ഓൾറെഡി എൻ്റെ കാര്യങ്ങൾ പേഴ്സണലി ഞാൻ പറയും. കാരണം വെച്ചാൽ നിങ്ങളിപ്പോൾ നേരത്തെ ഞാൻ കണ്ട് ഞാൻ ലൈവ് നോക്കിയപ്പോൾ കണ്ട് ടി വിൻ്റെ കാര്യം പറഞ്ഞത്, എടാ കേടായിട്ട് യൂസ് ചെയ്യാത്തൊരു ടി വി ചവിട്ടിപ്പൊട്ടിച്ച് എന്താ പ്രശ്നം? ഇത് ഓൾറെഡി പറഞ്ഞത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്, അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ₹1 ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 100 രൂപ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരു 100 പ്രാവശ്യം ചിന്തിച്ചാലോചിച്ചിട്ട് മാത്രം ഒരു കാര്യം ചെയ്യും. ബ്രില്യൻ്റ് ആളാണ് അതിന് ഞാൻ പറയാം. ബിസിനസ് അതാണ് കാരണം. അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ പോലെ നമ്മളെ പോലത്തെ പൊട്ടന്മാര് വിറ്റതും അത് വെച്ച് ഇതാക്കിയതും നമ്മളെ മണ്ടന്മാരാക്കാനുള്ള കാരണം അതാണല്ലോ. സത്യടാ, നമ്മളെ സത്യം പറഞ്ഞ ബ്രില്യൻ്റാ. ഞാൻ എന്തെല്ലാം ഈ പറഞ്ഞ പോലെ എന്നെ ഊമ്പിച്ചാലും ഞാൻ പറയാം, ഹീസ് എ ബ്രില്യൻ മാൻ ഐ എവർ സീൻ. അത് ഞാൻ പറയും, അത് ഞാൻ എവിടെയും പറയും. ഹീസ് എ ബ്രില്യൻ മാൻ ഐ എവർ സീൻ. എങ്ങനെ വ്യൂസ് ഉണ്ടാക്കണം, എങ്ങനെ ആൾക്കാരെ മണ്ടനാക്കണം, എങ്ങനെ ആൾക്കാരുടെ മനസ്സിലേക്ക് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് ഇത്രയും അറിയുന്ന ഒരു വ്യക്തിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. മനസ്സിലാ, ഞാൻ വേറെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. വാട്ട് എവർ എന്തോ സംഭവിച്ചോട്ടെ, അത് കണ്ടന്റ് ആക്കുക, അത് വിൽക്കുക, അത് വിറ്റുകൊണ്ട് 10 രൂപ ഉണ്ടാക്കുക എന്ന് പറയുന്ന ബുദ്ധി ഉണ്ടല്ലോ, അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ അത് നമ്മളെയും കൂടി ഊമ്പിച്ചത് കൊണ്ടാണ്. സത്യം എടാ, എനിക്ക് സത്യം പറഞ്ഞ ഈ തൊപ്പി എന്നുള്ള ക്യാരക്ടർ ഇടാ, എനിക്ക് ഈ നിയാദിനെക്കാട്ടും വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇവന് വരുന്നതിന് മുമ്പ് നിങ്ങളെ പോലെയൊക്കെ തന്നെയാണ് ഇവനും ചിന്തിച്ചുകൊണ്ടിരുന്ന ആള്. ഏത് ഈ പറഞ്ഞ പോലെ തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തിനെ കുറിച്ച് ഇവൻ ചിന്തിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ത് അല്ല, നമ്മൾ ആദ്യം പൊതുവെ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് എന്താ ഉണ്ടാവുക, തൊപ്പി വളരെ മോശം, ഇന്ന് മാറി നിയാദായപ്പോൾ എത്രയോ നല്ല ആളെന്ന്. എടാ ഞാൻ പറയട്ടെ, ഏറ്റവും ഡേഞ്ചർ ആരാന്നറിയോ? നിയാദ് എന്നുള്ള ആളാണ് ഏറ്റവും ഡേഞ്ചർ. തൊപ്പി സീനിലടാ. തൊപ്പി എന്താണെന്നറിയോ? തൊപ്പിയുള്ള ഓപ്പണാ, നമുക്ക് പറയാനുള്ള കാര്യങ്ങളും തെറികളും കാര്യങ്ങളും ഒന്നും മറച്ചു വെക്കൊന്നുമില്ല. എന്തെങ്കിലും കൊടുക്കാനില്ലെങ്കിൽ കൊടുക്കാനില്ല, പോടാൻ മതിയെന്ന് ഓപ്പണായിട്ട് പറയും. പക്ഷെ മറ്റേ പരിപാടിയിലടാ, നമുക്കെല്ലാം പ്രതീക്ഷ തന്ന് എല്ലാ രീതിയിലും സെറ്റാക്കാന്ന് പറഞ്ഞ് ഒന്നും സെറ്റാക്കാണ്ട് നമ്മളെ മാക്സിമം ഊറ്റിയെടുത്ത് ചണ്ടിയാക്കിയിട്ട്, ഇതെല്ലാം ചണ്ടിയായിട്ട് നമ്മൾ ചണ്ടിയാകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. മാത്രമല്ല എല്ലാം ഇപ്പോൾ PC-ൻ്റെ കാര്യമായാലും ഇതേ രാത്രി തന്നെ PC തരാമെന്ന് പറഞ്ഞിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞു. ഇപ്പം അതിന് ശേഷം പിന്നെ എന്താ പറയുക, അന്ന് തന്നെ ഓൺ ഡിക്ലെയർ ചെയ്തൊരു കാര്യമാണ് കുക്കിൻ്റെ. അതായത് ഇനി മുതൽ നീ കുക്ക് ചെയ്യേണ്ട, മെലുവിനെ കൊണ്ട് കുക്ക് ചെയ്ത്. അവിടെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഞാൻ ഇന്നേ വരെ ഈ സംഭവം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീട്ടുകാരോട് പോലും ഞാൻ ഇത് പറയാത്തൊരു സാധനം. ഞാൻ അവിടെ ഏകദേശം എനിക്കൊന്നൊരു 4-5 മാസത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ അവിടെ പണിയെടുത്തിട്ടുണ്ട്, പട്ടീനെ പോലെ ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അതിപ്പോൾ അലക്കാരനായിട്ടും എടുത്തിട്ടുണ്ട്, പിന്നെ കുക്കായിട്ടും എടുത്തിട്ടുണ്ട്, ആശാരിയായിട്ടും എടുത്തിട്ടുണ്ട്, എല്ലാ പണിയും ഞാൻ എടുത്തിട്ടുണ്ട് അവിടെ. ഇന്നേ വരെ ഒരു ഉറുപ്പ് തന്നില്ല. തരാത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മളെന്താ പറയുക, നമ്മൾ ഓൻ്റെ ഒപ്പം നിൽക്കണമെന്നും അവിടെ ലൈവിലൊക്കെ പെർഫോം ചെയ്യുന്നതുകൊണ്ട് അതിലൊക്കെ ആ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ്. പിന്നെ തരാന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മളാ എന്തായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ കാര്യം സെറ്റാക്കും. പിന്നെ ഈ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും വീട്ടിലൊരു ആവശ്യമോ സാഹചര്യമോ മോശമായി കഴിഞ്ഞാൽ ഒപ്പം നിൽക്കുമല്ലോ, അതിന് സഹായിക്കുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിന്. എന്നിട്ട് അന്ന് രാത്രി PC അന്ന് എൻ്റെ ബർത്ത്ഡേൻ്റെ ആ രാത്രി എന്താ പറയുക, ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യം അപ്പനോട് അറിയാം, മെൽവിൻ്റെ സാലറി നീ തന്നെ കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു നീ അതെ എടാ, ഞാൻ സാലറി കൊടുത്തു, ഞാൻ അത്രയും മാസം എൻ്റെ വീട്ടിലേക്ക് പൈസ അയക്കുന്നത് എങ്ങനെയാ അറിയാടാ. ഓൾറെഡി എനിക്ക് 1-2 മാസം കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി, ₹1 ഇവിടുത്തെ കിട്ടാൻ പോകുന്നില്ല, ഒരിക്കലും കിട്ടൂലെന്ന്. ഞാൻ പിന്നെന്താക്കി, ഇൻസ്റ്റ ചെയ്യാൻ തുടങ്ങി. ആ വീട്ടിലില്ലടാ, ഗ്യാങ് ഹൗസിൽ ആദ്യമായിട്ട് ചെറിയ മിനി വ്ളോഗും റീലൊക്കെ എടുക്കുന്ന ഞാനാ. കാരണം എനിക്ക് മനസ്സിലായി കാര്യം ഇതിങ്ങനെ പോയാൽ. അപ്പൊ എന്നെ കൊണ്ട് എപ്പോൾ നോക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും എടുക്കാൻ നോക്കും. കാരണം വേറെ വീഡിയോ എടുക്കുന്നുണ്ട്. കാരണം എനിക്ക് മനസ്സിലായി, കാരണം വീട്ടുകാരോട് ഡെയിലി കേൾക്കും, എപ്പം കേൾക്കും. കാരണം വെച്ചാൽ ഓൻ പറയും നീ നിന്റെ കാര്യം വേണ്ടി മാത്രമല്ല നീ ചെയ്യുന്നുള്ളൂ. അതായത് ഓൻ്റെ ചിലപ്പോൾ അലക്കാനുള്ളത് ഉണങ്ങിയിട്ട് എടുത്തിട്ടുണ്ടാവില്ല, ഇല്ലെങ്കിൽ എന്താ പറയുക ഫുഡ് ചിലപ്പോൾ പൊളിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് പൊളിച്ചക്ക് എന്താ പറയുക 4 മണി ലൈവ് കഴിയുന്ന സമയം എത്ര അറിയാം, 2-2:30 മണിക്കാണ് കഴിയുക. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് കിടന്നിട്ടുണ്ടാവും. കാരണം ഓൾറെഡി ഇപ്പോൾ ഫുഡിന് നേരത്തെ എണീക്കണം. നമുക്ക് കിടന്നുറങ്ങുമ്പോഴത്തേക്ക് പറയും എടാ എനിക്ക് മുട്ട ബുർജി ഉണ്ടാക്കി തരണം, പിന്നെ ഓംപ്ലേറ്റ് ഇതാക്കി തരണം, അതാക്കി തരണം എന്നെല്ലാം പറഞ്ഞിട്ട് വിളിക്കും. ഞാൻ ഒന്നും പറയാണ്ട് എണീച്ചു പോകും. കാരണം എന്താ 17 Pro എടുത്ത് നോക്കുന്നുണ്ട്. എടാ 17 Pro എടുത്ത് ഞാൻ ഒന്ന് പറഞ്ഞു തീരട്ടെ. അതായത് ഞാൻ 17 Pro എടുത്ത് എങ്ങനെ അറിയടാ, എൻ്റെ മാക്ബുക്ക് ഉണ്ട്. അതായത് ഞാനിവിടെ വരുന്നതിൻ്റെ മുമ്പുണ്ടായ 2 ഒന്ന് മാക്ക്, പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ഇതേപോലെ തന്നെ സാധനം വെച്ചിട്ട് അടുത്തൊരു ക്യാമറ ഉണ്ട്, Sony ZV-8 എന്നുള്ള ബ്ലോഗിങ് ക്യാമറ. അത് ഈ അടുത്ത് ഞാൻ സെല് ചെയ്തത്. ഈ 2 സാധനം വിറ്റിട്ടാണ് 17 Pro എടുത്തത്. ഈ 2 സാധനം വിറ്റിട്ടാണ് 17 Pro എടുത്തത്. എടാ നമ്മുടെ അടുത്തൊന്നും ഒരു ഉറുപ്പില്ലടാ, ഇതൊന്നും പുറത്തു പറയാൻ പറ്റില്ല. ഒരു 10 രൂപ കടം പോലും ചോദിക്കാൻ പറ്റില്ല കുടുംബക്കാരോടോ കൂട്ടുകാരന്മാരോടോ. കാരണം എന്താ, ലക്ഷങ്ങൾ കിട്ടുന്ന തൊപ്പീൻ്റെ അടുത്ത് ലക്ഷങ്ങൾ സാലറി വാങ്ങുന്നില്ല, പിന്നെ നീ എന്തിനാ അത് പൂത്തി വെച്ചിട്ട് നമ്മോട് പൈസ ചോദിക്കുന്നത് ചോദിക്കും. എടാ അതുകൊണ്ട് നാണക്കെടുകൊണ്ട് ആരോട് ചോദിക്കാൻ പറ്റൂല.
എത്ര പ്രാവശ്യം എന്നറിയോ ഇവൻ പറഞ്ഞ പോലെ തന്നെ നമ്മളും കുറേ രാത്രി കരഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആരോട് പറയാൻ, പുറലോകത്ത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? ഗതി കെട്ടിട്ടാണ് പറയുന്നത്. വരാപ്പോഴേന്ന് ഒരു മുട്ട ബജിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചായ കുടിക്കാൻ പോകുമ്പോൾ മാത്രമേ നമ്മൾ എത്ര ആൾക്കാർ കടം ചോദിക്കലുണ്ട് പൈസക്ക്. എടാ ഒരു ബജിക്കല്ല അവിടെ ഒരു 8 റുപ്യേ ഉള്ളൂ. 8 റുപ്യൻ്റെ ബജിയും ചായയും കുടിക്കാൻ വേണ്ടി ആകെ ഒരു സമാധാനം ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഇത് മാത്രം കുടിക്കാനാ. ഇത് കുടിക്കാൻ പോലും കടം മേടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇതായി കൊടുക്കുക. ഈ മെൽവിനും പറഞ്ഞ പോലെ തന്നെ 1-2 മാസം കൊടുത്തു. പിന്നെ ഞാൻ അതിൻ്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു അത് എനിക്കാവൂല, എന്നെ ദയവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഓനോട്, ഞാൻ അവസാനമായിട്ട് ട്രിക്കാ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ട്രിക്കാ. എൻ്റെ വീട്ടുകാർ ഇങ്ങനെ പറയുന്നുണ്ട്, ഉമ്മയും വിളിച്ചിട്ട് എപ്പോൾ ഇങ്ങനെ പറയൂ, ഒരു 5 പൈസ കിട്ടാണ്ട് എന്തിനാ നിൽക്കുന്നത്, ഓൾറെഡി ഒന്നും റീലും കാര്യങ്ങളൊന്നും ഇടാനും പറ്റുന്നില്ല വൃത്തിക്ക്, കാരണം ഇതെല്ലാം പണീൻ്റെ ഇടയിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക, ആവൂല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, മെൽവിൻ്റെ സാലറി ഞാൻ കൊടുക്കുക. അതിൻ്റെ ഇടയിൽ മെൽവിന് ആക്സിഡൻ്റ് ആയി. അടുത്തൊരു വീട്ടിൽ നിന്ന് ഫുഡ് ഏൽപ്പിച്ച്, ആ വീട്ടിൽ നിന്ന് ഫുഡ് ഏൽപ്പിച്ചപ്പോഴും അവിടുന്ന് പൈസ കൊടുക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് എന്നിട്ട് എന്നോട് പറയാം എന്നാൽ പകുതി പൈസ നീ കൊടുക്കുക. അവിടെ ഈ പകുതി പൈസ കൊടുത്തിട്ടും ഇത് ചില മാസം പ്രൊമോഷൻ, ഞാൻ പറഞ്ഞില്ലേ പ്രൊമോഷൻ വിചാരിച്ച പോലെ കിട്ടൂല, ചില മാസം കൊടുക്കാണ്ടായിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ ബാന് എന്നെല്ലാം പറഞ്ഞ സാധനങ്ങൾ ഈ ഗ്യാങ് ഹൗസിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും ഒരു ഓർഗോ സിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, ഒരേ ഒരു വാക്കേ ഉള്ളൂ, നീ അതിൻ്റെ വാക്ക്. നിങ്ങളോട് പറയുന്ന ഈ ഓർഗ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, എടാ ഓർഗ് ഇല്ലടാ, എടാ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഓർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അശ്വിൻ ബ്രോനെ ആയിരിക്കും. അശ്വിൻ ബ്രോന ഞാൻ ഇന്ന് കുറച്ചു മുമ്പ് വരെ പറഞ്ഞിരുന്നു, മൂപ്പർക്ക് ഇതൊന്നും അറിയില്ല, മനസ്സിലായി. ഇവൻ സ്വയമായിട്ടൊരു ഓർഗ് ഉണ്ട് എന്ന് പറയലും അത് ആൾക്കാരോട് പറയലും അത് ഈ പറഞ്ഞ പോലെ അത് മാനിപ്പുലേഷൻ ചെയ്യണം. കാരണം ഒരാൾ ഡൊണേഷന് പൈസ ചോദിച്ച് ഒരു ചാരിറ്റിക്ക് വേണ്ടി ചോദിക്കും, എന്തെങ്കിലും സഹായങ്ങൾക്ക് വേണ്ടി വന്ന് ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓന് ഞാൻ തരൂല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഓൻ എന്ത് പറയും, നൈസായിട്ട് ഡീൽ ചെയ്യും. അത് ഓർഗിനോട് ചോദിക്കണം, സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന്. എടാ എന്ത് സിസ്റ്റമാണ്, ഒരു സിസ്റ്റം ഇല്ല. അൾട്ടിമേറ്റ് വാക്ക് ഇവൻ പറയും. അതിപ്പോൾ ഒരാൾ എത്രയോ ആൾക്കാർ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഗ്യാങ് ഹൗസിന് മുമ്പിൽ വന്നിട്ടുണ്ട്. ഡോർ അടിച്ചു കഴിഞ്ഞാൽ പറയും അടുത്തല്ലോ, പറയാൻ പറ്റൂല അങ്ങനത്തെ വാക്കുകളെ കൊണ്ട്. അതായത് എത്ര പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരാളെ സഹായിച്ചെങ്കിൽ, അതായത് ഇപ്പൊ നിങ്ങളെ വീഡിയോയിലാണെങ്കിലും ഒരാളിപ്പോ സഹായിച്ചു, ഒരു ഫോൺ എന്തെങ്കിലും കൊടുത്താൽ ആ വ്ളോഗ് ഓഫ് ആക്കിയ ഉടനെ ആ കൊടുത്തയാള് തെറിയായിരിക്കും. നല്ല പച്ചക്കും ഓനക്കും അവന്റെ ഉമ്മാക്കും എല്ലാം വിളിക്കും. അത് സ്വന്തം, അതായത് നമ്മള് സഹായിച്ച, നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ഇത്ര ആളെ സഹായിച്ചെന്ന്, ഓരോ റീലിലെല്ലാം കാണുന്നല്ലേ. അപ്പോ ഇതേപോലെ തന്നെ എല്ലാ കാര്യം വാങ്ങിക്കൊടുത്ത ആൾക്കാരെല്ലാം അറിയാലോ. അപ്പൊ അവരെല്ലാം നമ്മള് കേൾക്കുന്നതാണ്, നമ്മള് കേൾക്കുന്ന വെറുതെ പറയുന്നില്ല. നമ്മൾ അലക്കാരനായിട്ടും ആശാരായിട്ടും അവിടെ ഉണ്ടാക്കിയ സ്പിൻ വീൽ ഇല്ലേ, ഈ സ്പിൻ വീൽ ഒന്നും ചില സമയത്ത് എത്രയോ കഷ്ടപ്പെട്ടിട്ട് അങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാക്കുക. ഇതിന്റെ ബെയറിംഗ് ഒന്നും കറിഞ്ഞിട്ടില്ലെങ്കിൽ അല്ല, ഞാൻ ഇതും കൂടി അതേ ഞാൻ പറയുന്നുള്ളൂ. ഇതൊന്നും കറങ്ങിയിട്ടില്ലെങ്കിൽ, ഇല്ലെങ്കിൽ കറങ്ങുമ്പോൾ ശരിയായിട്ട് വന്നിട്ടില്ലെങ്കിൽ അപ്പൊ പറയും ജാസി ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞതാ, അത് കറക്റ്റായിട്ട് കറങ്ങിയില്ല. എന്നോട് പറയാം, നിന്നോട് പറഞ്ഞ പണി നീ വൃത്തിക്ക് ചെയ്യുന്നില്ലല്ലേ, 1 മാസത്തേക്ക് ഇനി ഒരിക്കലും റീലിടണ്ട. ഇങ്ങനെ പറഞ്ഞോണ്ട് എനിക്കുണ്ടായ നഷ്ടം എന്താ അറിയാടാ, എനിക്ക് ആ മാസം പ്രൊമോഷൻ ചെയ്യാനും പറ്റിയില്ല. പൈസ ഇങ്ങനത്തെ ഇടയ്ക്ക് ചില മാസങ്ങൾ നിങ്ങൾ നിങ്ങളെന്താ ഡൗണ് കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനത്തെ കുറേ റീസൺസ് ഉള്ളതുകൊണ്ടാടാ. അവസാനം മടുത്തിട്ട് മാസങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ പറഞ്ഞ് എങ്ങനെങ്കിലും ഇവിടെ ഒന്ന് ഓടിയാലോ, ഇല്ല ഇവന്റെ ഒരു തലക്കൊരു പല കൊണ്ട് അടിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു വേടാ. അത് ആ വീട്ടില് ഇവന്റെ അനുഭവിച്ച എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. ഒരിക്കലെങ്കിലും നമുക്ക് ഇവനെ കൊല്ലാനുള്ള ഒരു ദേഷ്യം വരും ഗൈസ്. കാരണം അത് അങ്ങനെ നമ്മളങ്ങനെ ആയിട്ട് നമുക്ക് കൊല്ലാനുള്ള മൈൻഡ് ഉണ്ടായിട്ടില്ല, നമുക്കത് തോന്നും. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ട്, മനസ്സിലാ, അത് തോന്നും. ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന് അത് തോന്നും, ഉറപ്പാ അത് തോന്നും. രാത്രി ലൈവെല്ലാം കഴിഞ്ഞ് ഇവന്റെ ചെപ്പും തെറിയും എല്ലാം കേട്ടിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ഇവരെ റൂമിൽ ഷമീറിനൊക്കെ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് തലക്കാണി കഴിഞ്ഞ ഷമീർ അപ്പൊ പറയാം ഒന്നുമില്ലടാ കുടിക്കുമ്പോൾ വെള്ളം പറഞ്ഞാൽ, കുടിക്കുമ്പോൾ എങ്ങനെ തലക്കാണിയും വെള്ളം പറയുക ഗൈസ്. അപ്പൊ ഇങ്ങനത്തെ പലപ്പോഴും പല സാഹചര്യങ്ങളും അവസാനം നമ്മൾ പറഞ്ഞില്ലേ പെരുന്നാളിന്റെ സമയത്ത്, വലിയ പെരുന്നാൾ കഴിഞ്ഞ വലിയ പെരുന്നാക്കാണ് നമ്മളിപ്പോൾ, വലിയ പെരുന്നാൾക്ക് ചെറിയ പെരുന്നാക്കല്ല അവിടുന്ന് ഇറങ്ങുന്നത്, ആ നോമ്പിന്റെ ആ സമയത്ത് അവസാനം ഷമീറിനോടും കൂടി പറഞ്ഞപ്പോൾ ഒരു കാര്യം എന്തായാലും ഉറപ്പിച്ച്, അതായത് ഓന് 5-6 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ട് ഈ ലൈവിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് സ്ട്രീം ചെയ്തിട്ട് പെങ്ങൾക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു ആവശ്യം വന്ന് ചോദിച്ചപ്പോൾ പറയാം, അത് ഞാൻ തീരുമാനിക്കും, അൾട്ടിമേറ്റ് എൻ്റെ വാക്കാ, നിന്നൊക്കെ ഇവിടുത്തെ വരെ എത്തിച്ച് ഞാനാ, അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അന്ന് തന്നെ നമ്മളൊരു കാര്യം ഫോട്ടോ വരുന്ന എന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്യടാ, പോയിട്ട് നീ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണയെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അന്ന് ഒരു കാര്യം എന്തായാലും ഉറപ്പിച്ച്. ഇതുകൊണ്ട് മാത്രല്ലടാ, ഇടക്കിടക്ക് മമ്മൂന്റെ ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, മമ്മൂന്റെ അടിക്കുന്നതും എനിക്ക് അടി കിട്ടുന്നതും ചെപ്പുന്നതും. നിങ്ങൾ ലൈവിൽ അടിക്കുന്നെല്ലാം കാണുന്ന അന്ന് തന്നെ മുത്തിക്കല്ല അടിച്ചത്. ഓക്കെ അതിപ്പോ ഞാൻ ഒരു തെറ്റ് ചെയ്തു, ഓക്കെ, പക്ഷെ ഇതിനെക്കാട്ട് 2 ഇരട്ടി അടി അല്ല, ഒരു ഏട്ടെന്നുള്ള നിലയിൽ അടിക്കാം. പക്ഷെ ഏട്ടെന്നുള്ള നിലയില് ഇവന്റെ ഉമ്മാക്ക് ഒരു ആവശ്യം വരുമ്പോ, ഇവന്റെ വീട് ചോർന്ന് വിളിക്കുമ്പോ ഈ ഏട്ടെന്നുള്ള നിലയിൽ 2 രൂപ കൊടുക്കണ്ടേ? ഒരു ഏട്ടെന്ന് പറയുമ്പോ അടിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം. അതേ സ്വാതന്ത്ര്യത്തില്
ആ ഏട്ടൻ എന്ന് പറയുന്ന വ്യക്തി 2 രൂപ കൊടുക്കണ്ടേ, എന്നാലല്ലേ ആ സ്വാതന്ത്ര്യം ഉള്ളൂ. അല്ലാണ്ട് അടിക്കാൻ മാത്രമായിട്ട് ഒരാൾക്ക് എന്താ സ്വാതന്ത്ര്യം ഉള്ളത് ഒരു വ്യക്തിനെ? ചില സമയത്ത് അടിക്കുമ്പോൾ നമ്മൾ ചോദിക്കും എന്തിനാ ചെയ്തത്, ഞാൻ ജസ്റ്റ് കാമായിട്ടും ചോദിക്കും. അങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം നമുക്കില്ല. അപ്പോൾ പറയൂ നന്നാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. എടാ വെറുതെ ഇവന്റെ ഫ്രസ്ട്രേഷനിൽ ഇവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ന്യായീകരിക്കാനുള്ള നാക്ക് അത്രത്തോളം ഉണ്ട്. ഇനി നോക്കിക്കോ, ഇതിന് മറുപടിയായിട്ട് പറയുന്ന കാര്യങ്ങളിൽ പോലും നിങ്ങൾ വീണു. അത്രത്തോളം മാനിപ്പുലേഷൻ പവർ എന്ന് പറഞ്ഞ വ്യക്തി, ഒരു സംഭവം എന്ന് പറയുന്നത് അത്രത്തോളം പവർഫുൾ ആണ്. അപ്പോൾ നിങ്ങളവിടെ പോയി ഇവന്റെ 2 വാക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളടക്കം കൺവിൻസ് ആവും. അതൊരു കൈവാടാ, അതൊരു കൈവ് തന്നെയാണ്. അതുള്ളതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ പിടിച്ചിരിക്കുന്നത്. അത് ഭയങ്കര കൈവാ. അത് ഞാൻ പറയാലോ, അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, അതെനിക്ക് എപ്പം ആരാധനയുള്ള സംഭവം. അങ്ങനത്തെ അല്ല ഇവന്റെ കുറച്ച് കാര്യങ്ങൾ. ഈ പറഞ്ഞ പോലെ ആൾക്കാരെ ഈ പറഞ്ഞ പോലെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവും, ഈ പറഞ്ഞ പോലെ അവരെ ഒരു നന്മ രീതിയിൽ കൊണ്ട് കാര്യങ്ങൾ പറയാനുള്ള രീതിയും അത് എന്തൊരു സാധനം കണ്ടന്റ് ആക്കണം. ₹1 ഒരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ അത് അതിൽ നിന്ന് 100 രൂപ ഭാരാന്നല്ലുള്ള ആ സാധനം. അതെല്ലാം നല്ല കാര്യമാണ്, ബ്രില്യൻ്റ് ആണ്, അതെല്ലാം ബെസ്റ്റ് മൈൻഡാണത്. അതുകൊണ്ട് തന്നെയാണ് ഓനീ പറഞ്ഞ കാറും ഇതും കോടിക്കണക്കിന് ഉറുപ്പിക ഉണ്ടാക്കിയത്. അതിലൊന്നും ഒരു ഇതും നമ്മൾ പറയുന്നില്ല. പക്ഷേ അതുകൊണ്ടാണ് നമ്മള് മൂഞ്ചി പോയത്. അപ്പൊ നമ്മള് മൂഞ്ചിന്റെ കാരണം നമ്മൾ വിചാരിക്കും ഇത്രയും ലേറ്റ് ആയത് എന്താ, മമ്മു 2 കൊല്ലം നിന്ന് ഇവരെന്താ ബുദ്ധിയില്ലേ, നമുക്ക് എന്താ ഇത് മനസ്സിലായിക്കൂടെ? എടാ നമുക്ക് കാര്യങ്ങൾ സെറ്റ് ആവുന്നുള്ള പ്രതീക്ഷ തന്ന് നിപ്പിച്ചതാടാ. അവസാനം ഓൻ തരുന്ന സാധനമാണ് ഹോപ്പ്. എന്ത് പറയുമ്പോ മമ്മു ആയിട്ടില്ല, സമയമായിട്ടില്ല. നമ്മളും വിചാരിക്കും എന്തോ ഒരു സാധനം വരാനുണ്ട്, സമയമുണ്ട്, അങ്ങ് എല്ലാരും ഇതാവുന്നോണ്ട് നല്ല നിലയിൽ എത്തുന്നോണ്ട്. പക്ഷെ എന്നാലും പറയും സമയമായിട്ടില്ല. ഫെയിമായിട്ട് നമ്മൾ നോക്കുമ്പോ എന്താ പറയുക ഗൈസ്, നമ്മൾ നോക്കുമ്പോ ഞാനൊക്കെ ആദ്യം കയറിയ സമയത്ത്, ഞാൻ ഈ പറഞ്ഞ പോലെ പെർഫോം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എന്നെ 4 ആള് തിരിച്ചറിയുന്നുണ്ട്. വണ്ടേ ഓമ്പിച്ചു മനസ്സിലായില്ല. വണ്ടേ ഉണ്ടല്ലോ, വണ്ടേലത് വെറും വണ്ടാണ്. അപ്പൊ ഞാനൊക്കെ പോയ സമയത്ത് ഇങ്ങനെ കുറച്ച് 2 ലൈവിൽ 2 പെർഫോം ചെയ്ത് 2 ഇതായ സമയത്ത് ആ ടൈം കുറച്ച് ഫാൻ ബേസ് ഉണ്ട്, ഇവനുമായിട്ടുള്ള ഇതുകൊണ്ട് ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ ആ ഫാൻ ബേസിൽ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്നെ ആൾക്കാർ ഇന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അതൊന്നും ഞാൻ ഇതാക്കുന്നില്ല. അതൊക്കെ ഓൻ തന്ന ഇത് തന്നെയാണ്, ഉള്ളതുപോലെ പറയല്ലോ, അതൊക്കെ ഓൻ തന്ന ഇത് തന്നെയാണ്. പക്ഷെ അതൊക്കെ ഓൻ തന്നത് ഈ പറഞ്ഞ പോലെ നമ്മളെ യൂസ് ചെയ്ത് ഓന് പൈസ ഉണ്ടാക്കാനായിരുന്നു. കാരണം ഓന് ഈ ഫെയിമും ഇതൊക്കെ അൾട്ടിമേറ്റ് കിട്ടിയൊരു വ്യക്തിയാണ്. ഓന് മനസ്സിലായി ഇപ്പം ഫെയിമിലല്ല കാര്യം, പൈസയിലാണ് കാര്യം എന്ന് ഓന് മനസ്സിലായത് കൊണ്ട് ഈ പറഞ്ഞ പോലെ 4-5 മണ്ടന്മാരെ വെച്ച് ഇങ്ങനെ ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കാന്നുള്ള ബുദ്ധി ഓന് മനസ്സിലായത് കൊണ്ടാണല്ലോ നമ്മളെ ഇതാക്കിയത്. നമ്മളെനിക്ക് ഒന്ന് പറഞ്ഞ പോലെ ബുദ്ധി വെച്ച് തുടങ്ങി നമ്മൾ ഇതാക്കിയ പോലെ ഒരു ₹2 ആവശ്യത്തിന് ചോദിച്ചപ്പോൾ ഓന് മനസ്സിലായി ഇനി ഇവന്മാർ ഇതാക്കിയാൽ നമുക്ക് ഓനിക്ക് ഇതാവും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ 2 ആള് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കണ്ട ഫോട്ടോ എടുക്കും, ഇങ്ങനെ കൈ തരും, ഇതാക്കും. അപ്പൊ ഞാൻ വിചാരിക്കും ഓക്കെ, ഒരു പട്ടിയും തിരിച്ചറിയാൻ തന്നെ ഇപ്പം 2 ആള് തിരിച്ചറിയുന്നുണ്ട്, നല്ല വില കിട്ടുന്നുണ്ട്. അപ്പൊ നല്ല സുഖമുണ്ടല്ലോ, അപ്പൊ നല്ല ഇതാണല്ലോ, അപ്പൊ പിന്നെ കൊള്ളാം, അപ്പൊ പിന്നെ ഒരു ഇത് വരും, നമുക്കൊരു ഒരു കുളിർമ, എന്താ പറയാ, ഒരു നമ്മളെ 4 ആൾ തിരിച്ചറിയുന്നുണ്ട്. നമ്മള് 2 അടുത്ത് പോകുമ്പോൾ നമ്മള് 2 ആൾ നോക്കുന്നുണ്ട്. ഈ ഒരു സാധനത്തിലാണ് കുറെ കാലം പോയിക്കൊണ്ടത്. പിന്നെ പോയി ആവുമ്പോൾ പിന്നെ മനസ്സിലായി ഇതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ സാധനം കൊണ്ട് നമ്മൾ പിടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചായയോ തിന്നാനോ കിട്ടൂല. ഉമ്മ ഹോസ്പിറ്റലാകുന്ന സമയത്ത് എന്നെ 2 ആൾക്ക് അറിയാം, എന്നെ 4 ആൾ ഒന്ന് ഫോട്ടോ എടുത്തു എന്ന് വിചാരിച്ചിട്ട് അവർ ഉമ്മാന്റെ ഓപ്പറേഷൻ ഫ്രീ ആയിട്ട് അവർ ചെയ്ത് തരൂല, മരുന്നിന്റെ പൈസ ഫ്രീ ആയിട്ട് അവർ തരൂല. അത് മനസ്സിലായി, ആ കാര്യം മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ. ഇത് ഇപ്പോഴും നമ്മളിത് പറയില്ലേടാ. ഇവന്റെ ഈ അനിയത്തിന്റെ കല്യാണവും പിന്നെ അതുപോലെ തന്നെ ഇവന്റെ വീടിന്റെ കാര്യവും പിന്നെ എൻ്റെ വീട്ടിലൊരു ചെറിയൊരു സീൻ ഉണ്ടായിന്, അതായത് ഒരു ഓപ്പറേഷൻ ആയിട്ട് വന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇതിപ്പോഴും ഒന്നും പറയാണ്ട് എന്താ പറയുക, ഇതെല്ലാം ഇങ്ങനെ കേട്ട് പോയിനും. നമുക്ക് അതൊക്കെ വന്നപ്പോൾ നമുക്ക് ബോധം വന്നത് നമ്മളെ കാര്യങ്ങള്, അതായത് നമുക്കൊരു ആവശ്യം വരുമ്പോ അത് ചോദിച്ചാൽ തരുന്നില്ല, ചോദിച്ചാൽ അടിയും കുത്തുവാണ്. അതാണ് ഓൻ ഉദ്ദേശിച്ച പോലത്തെ ഒരാളെ ഓനക്ക് ആരെയും കിട്ടിയാറ് റാംബോ. അത് റാംബോ അതെ, ഇവന്റെ മൈൻഡ് വെച്ചിട്ട് റാംബോ ഒരു അസറ്റാണ്. കാരണം ഇവൻ ഒരാളെ കൊല്ലാൻ പറഞ്ഞാൽ റാംബോ പോയിട്ട് കൊല്ലും. ഇവൻ നമുക്ക് ഫുഡ് തരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാംബോ നമുക്ക് ഫുഡ് തരൂല. ഇവൻ റാംബോനെ ഈ പറഞ്ഞ പോലെ നീ പോയി ജയിലിൽ, നമുക്ക് വേണ്ടി ജയിലിൽ പോയി കിടക്കുന്ന പറഞ്ഞാൽ
ഓനത് ചെയ്യും, മനസ്സിലായ? അത് റാംബോ നമ്മള് പറയുകയും ചെയ്തില്ല. ഓൻ അങ്ങനത്തെ ഒരു മൈൻഡോ എന്താ, ഓൻ എങ്ങനെ എന്താന്ന് എനിക്ക് അറിയില്ല, ഓന്റെ കാര്യം എനിക്ക് അറിയില്ല ഗൈസ്. ഓൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയാ, ഓൻ ലോയൽ ആയിട്ടുള്ള വ്യക്തിയാണ്. വെറുതെ റാംബോനൊന്നും ഇത് പറയണ്ട, ഓൻ ലോയൽ ആയിട്ടുള്ള നല്ലൊരു വ്യക്തിയാണ്. റാംബോനൊന്നും ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അത്ര വലിയ ഇതിൽ പറയാൻ പറ്റില്ല. റാംബോനൊന്നും കുറ്റം പറയണ്ട ഗൈസ്. കാരണം ഈ പറഞ്ഞ പോലെ ഇവൻ പറയുന്നത് ചെയ്യാനുള്ള ഒരു ഇത് മാത്രമേ റാംബോ ഒന്ന് മനസ്സിലാക്കി കൊടുക്കായിരുന്നു നീ അതിന്. ഓന് കുറച്ച് ഇടപെടായിരുന്നു. പക്ഷെ ഓന് ഈ പറഞ്ഞ പോലെ ഈ തൊപ്പീന്റെ കൂടെ നടക്കുക, അല്ലെങ്കിൽ തൊപ്പീന്റെ എന്തോ ഒരു പവറിലാന്ന് ജീവിച്ചു പോകുന്നത്. തൊപ്പീന്റെ കൂടെയാണുള്ളത്, തൊപ്പീന്റെ കാർ എന്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു പവറിലാണ് ഇവൻ ജീവിച്ചു പോകുന്നത്, മനസ്സിലായി? അങ്ങനെ ഒരു എന്തോ ഒരു മൈൻഡ് ഇവനുണ്ട്, ആ മൈൻഡിലാണ് ഇവൻ പോകുന്നത്. അപ്പോൾ നമ്മളത് ഇതാക്കാനും നിൽക്കൂല, ഓൻ്റെ ഹാപ്പിനെസ്സും ഓൻ്റെ കാര്യങ്ങളുമായിട്ട് ഓനങ്ങ് ഇതാക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തൊപ്പി എന്ത് പറയുന്നോ അത് കേട്ട് റാംബോ നമ്മളെടുത്ത്